ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് ഷിഹാബുദ്ദീൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. വളരെ കുറഞ്ഞ ഐറ്റംസുകൾ മാത്രം മതി അതിന്. ആപ്രിക്കോട്ട് പുഡിങ്ങാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ പുഡിങ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ട് ഞാൻ ഇത് ഇന്നലെ തലേന്ന് വെള്ളത്തിയിട്ട് കുതിർത്തി അതിൻ്റെ കുരു കളഞ്ഞതാണ്. പിന്നെ വേണ്ടത് പഞ്ചസാര, 1 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ, കുറച്ച് പാലിനകത്ത് മിക്സ് ചെയ്തത്, പിന്നെ വേണ്ടത് പാല്, പിന്നെ വേണ്ടത് ചൈന ഗ്രാസ്, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്താഷ്യോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ആപ്രിക്കോട്ട് ഒന്ന് വേവിക്കണം. ഇത് 1/4 കിലോ ആപ്രിക്കോട്ടാണുള്ളത്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ കൂടിയിട്ട് നമ്മൾ ഇത് വരട്ടിയെടുക്കണം. അപ്പം നമ്മുടെ ആപ്രിക്കോട്ടൊക്കെ വെന്ത് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇനി നമുക്ക് പാലിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. പാല് തിളപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 1 ലിറ്റർ പാലാണ്. ഏകദേശം ഒരു 3/4 കപ്പ് പഞ്ചസാര. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ. ഒരുപാട് ചേർക്കുന്നില്ല, കാരണം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഈ പാലിൻ്റെ കളറ് ഒരു യെല്ലോയിഷ് ആയി പോവും. നമുക്ക് വേണ്ടതൊരു ലൈറ്റ് ഓഫ് വൈറ്റ് കളറാണ്. ഇപ്പം നമ്മുടെ ആപ്രിക്കോട്ട് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര. ഈ പഞ്ചസാരയുടെ ചേർത്ത് നമ്മളിതിനെ വരട്ടിയെടുക്കണം. ഇപ്പം നമ്മുടെ പാല് തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് ആദ്യം ചേർത്തത്. അത് കുറച്ച് കുറവായിരുന്നു. ഒരു 1/4 കപ്പ് പഞ്ചസാരയോടെ ചേർക്കണം. അപ്പം 1 ലിറ്റർ പാല്, 1 കപ്പ് പഞ്ചസാര. ഇത് 1/4 കിലോ ആപ്രിക്കോട്ട്, 1/4 കപ്പ് പഞ്ചസാര. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ആ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് അത് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ചൈന ഗ്രാസ് 10 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 10 ഗ്രാം ചൈന ഗ്രാസ് ഒരു 3/4 കപ്പ് വെള്ളത്തിൽ ഞാനത് സോക്ക് ചെയ്തിരുന്നു. ഇനി അതിന് സ്ലോ ഫ്ലെയിമിൽ ഈ ചൈന ഗ്രാസ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. മെൽറ്റാക്കി എടുക്കുകയാണ്. മെൽറ്റാക്കിയിട്ട് നമ്മുടെ ആ പാല് തിളച്ച പാലിലേക്ക് മിക്സ് ചെയ്യും. അപ്പം നമ്മുടെ ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആ പാലിലേക്ക് ചേർക്കണം. അത് ഞാൻ അരിച്ചിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ചൈന ഗ്രാസോ അതുപോലെ തന്നെ ജലാറ്റിനോ എന്തെങ്കിലും നമ്മൾ പാലിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ പാലിൻ്റെ ടെമ്പറേച്ചറും ഈ നമ്മൾ മെൽറ്റ് ചെയ്യുന്ന ജലാറ്റിൻ്റെയോ അഗറിൻ്റെയോ ടെമ്പറേച്ചർ ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഇതിൻ്റെ മിക്സിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ പുഡിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചൈന ഗ്രാസ് ചേർക്കുമ്പോഴത്തേക്ക് പുറത്ത് ഏകദേശം ഒരു 1/4 മണിക്കൂർ പുറത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റാകാൻ തുടങ്ങും. സെറ്റ് ആയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ട്. അത് ഞാൻ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ
ഉണ്ടാക്കിയ പുഡിങ് നമ്മൾ പുറത്ത് ഒരു അരമണിക്കൂർ വെച്ച്, അപ്പോൾ അത് ഒരു ചെറിയ സ്റ്റേബിളായിട്ട് കിട്ടി. അതിനുശേഷം നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂറോടെ വെച്ച് ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ക്രീം, ഇത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം, പഞ്ചസാരയുടെ പൊടി, ഒരുപാട് വേണ്ട, കുറച്ച്. ഇനി അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ പിസ്താഷ്യൂ പൊടിച്ചത്, അപ്പോൾ നമ്മുടെ ആപ്രിക്കോട്ട് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.